അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയ സഹോദരങ്ങളെ, നമുക്കെല്ലാവർക്കും അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും ഈമാനും ത്വാഅത്തും നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം വിശദീകരിക്കാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. എന്തെന്ന് വെച്ചാൽ, മനുഷ്യ സഹജമാണ് രോഗവും അതുപോലെ തന്നെ ആരോഗ്യവുമൊക്കെ. നമ്മൾ ആരോഗ്യത്തിൽ ജീവിക്കുന്ന സമയത്ത് നമ്മൾ സൃഷ്ടിച്ച റബ്ബിനെ ഓർത്തുകൊണ്ട് പരമാവധി ഇബാദത്തുകളിൽ മുഴുകി നല്ല വാക്കും നല്ല പ്രവൃത്തിയും ചെയ്ത് ജീവിച്ച് ജനങ്ങളുടെ ഇടയിൽ ഫിത്തന ഉണ്ടാക്കാതെ പരസ്പരം സ്നേഹത്തോടെയും സൗഹാർദ്ദത്തോടെയും അവനൊരു നല്ല വ്യക്തിയായിരുന്നു എന്ന് മരിച്ചാലും പറയുന്ന രൂപത്തിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കണം. അപ്പോൾ മാത്രമാണ് ഒരാൾ മനുഷ്യനാകുന്നത്. അല്ലെങ്കിൽ ഒരു കവി പറഞ്ഞതുപോലെ, നഹാറൂക്ക ബത്താനും വലൈലൂക്ക നായിമു ഐസൂക്കയാ മിസ്കീനു മസലൽ ബഹായിമീന. നഹാറൂക്ക ബത്താനു, നിൻ്റെ പകലൊക്കെ നീ വയറ് നിറച്ചു തിന്നുന്നു, രാത്രി കടന്ന് ഉറങ്ങുന്നു, നിൻ്റെ ജീവിതം മൃഗതുല്യമാണ്, മൃഗങ്ങളെപ്പോലെയാണ് എന്ന് പറഞ്ഞതുപോലെ. ഞാനിതൊക്കെ പറഞ്ഞു വരുന്നത്, ചില വ്യക്തികൾ ഇവിടെ അസുഖമായാലും മറ്റ് ചിലർ അതിൽ സന്തോഷിക്കുക. സ്വന്തം സഹോദരന്മാർക്ക് എന്ന് പറഞ്ഞാൽ, നിങ്ങളെ നമ്മൾ ഉമ്മത്ത് മുസ്ലിമയാക്കിയിട്ടുണ്ടെന്ന്, ഒരു വജാനാക്കും ഉമ്മത്തൻ മുസ്ലിമത്തൻ, ഞങ്ങൾ മുസ്ലിങ്ങളെ നമ്മളൊരു ഉമ്മത്താക്കി, സമൂഹമാക്കി. മുസൽമാൻ എന്ന് പറയുന്നൊരു സമൂഹം, ഈ സമൂഹത്തിൽപ്പെട്ട ആൾക്കാർക്ക് ആർക്കെങ്കിലും രോഗം വന്നാൽ ആശയത്തിൻ്റെ ഗ്രൂപ്പിൻ്റെ പേരിൽ സന്തോഷിക്കുക, മറ്റ് ഗ്രൂപ്പിൽപ്പെട്ട ആളായി, അല്ലെങ്കിൽ മറ്റ് ആശയത്തിൽപ്പെട്ട ഈ നിലക്ക് അവർക്ക് വേണ്ടിയിട്ട് മോശമായിട്ട് പ്രാർത്ഥിക്കുന്ന അവസ്ഥ. എന്നതുപോലെ ഒരാൾക്ക് രോഗമായാൽ അയാൾക്ക് എന്താ കറാമത്ത് കൊണ്ട് അയാൾക്ക് രക്ഷപ്പെട്ടുകൂടായിരുന്നു, എന്തിന് രോഗിയുടെ അടുത്ത് പോയതെന്ന് മുജാഹിദ് ഇങ്ങോട്ട് സുന്നികളെ ആക്ഷേപിക്കുമ്പോൾ നേരെ അതിനെതിരായിട്ട് മറ്റവരെയും ആക്ഷേപിക്കുക. ഇതൊന്നും ഒരു മനുഷ്യന് യോജിച്ചതല്ല. എന്തെന്ന് വെച്ചാൽ, നമ്മളൊക്കെ മരിക്കും, രോഗം വരും, വരും. അതിൻ്റെ പ്രതീതി രോഗത്തിന് ചികിത്സിക്കാൻ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. രോഗം വന്നാൽ എല്ലാ രോഗത്തിനും ഈ ഷിഫ അള്ളാഹ് കൊടുത്തിട്ടുണ്ട് എന്ന്. പക്ഷെ നമുക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടും ചിലപ്പോൾ ആ ചികിത്സയിലേക്ക് എത്തിപ്പെടാത്തത് കൊണ്ടും അല്ലെങ്കിൽ അള്ളാഹിൻ്റെ ഖദർ അങ്ങനെ നടക്കുന്നത് കൊണ്ടും ഒക്കെ വിപരീതമായിട്ട് സംഭവിക്കും. ഇതിൻ്റെ പേരിലൊന്നും ഒരാളെ കുറ്റം പറയാനോ ആക്ഷേപിക്കാനോ പണ്ഡിതന്മാരെ കുറ്റം പറയാനോ ഔലിയാക്കൾക്ക് കറാമത്തില്ല എന്ന് പറയാനോ ഒന്നും ഒരു വ്യക്തിയും വളർന്നിട്ടില്ല. ഇതൊക്കെ നമ്മൾ സൂക്ഷിച്ചുകൊണ്ട് നമ്മളെ നാവടക്കി നിന്നാൽ ഇന്നല്ലെങ്കിൽ നാളെ നമുക്കും ഈ രോഗം വരാൻ നിൽക്കുക. അപ്പം നമ്മളെയും ആക്ഷേപിക്കും. നമ്മളങ്ങോട്ട് കൊടുത്താൽ അതിങ്ങോട്ട് തിരിച്ചു കിട്ടുന്നുള്ള ഉറപ്പാണ്. ഇവിടെ മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറയുന്ന ഒരു വ്യക്തി രോഗിയായപ്പം അയാൾക്ക് രോഗമായതുകൊണ്ട് അതിൽ സന്തോഷിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞൊന്നുമില്ല. ഈ മുജാഹിദ് ബാലുശ്ശേരി കാന്തപുരത്തിന് രോഗമായപ്പോൾ കാന്തപുരത്തിനെ കുറേ വിമർശിച്ചുകൊണ്ട് വീഡിയോ ഇറക്കിയിരുന്നു. അതാണ് ഇപ്പോൾ ഇവർ കാരണം പറയുന്നത്. എന്നാൽ കാന്തപുരം ഇപ്പോൾ അദ്ദേഹത്തിനെതിരായിട്ടൊന്നും പറയുന്നില്ല, മുണ്ടണില്ല. ഏതെങ്കിലും അനുയായികൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നത്, ഇതൊക്കെ ഒരു വിഷയമാക്കിയിട്ട് വീഡിയോ ആക്കിയിട്ട് യൂട്യൂബിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ട് മുസ്ലിം ഉമ്മത്ത് തമ്മിലുള്ള ഐക്യം ഇനിയും തകർക്കാൻ വേണ്ടിയിട്ട് ഈ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആളുകളുടെ മുസ്ലിമല്ല എന്നിവിടെ സുന്നികൾ പറയുന്നില്ല. അവരൊക്കെ മുസ്ലിം ഉമ്മത്തിൽപ്പെട്ടവരാണ്. അപ്പോൾ ഈ ഉമ്മത്തിൻ്റെ ഐക്യം തകർക്കാൻ വേണ്ടിയിട്ട് അവർ തന്നെ എന്താണ് ഇപ്പോൾ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുക അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ. എന്നാലും ഈ സുന്നികളൊക്കെ ഇവിടെ മുസ്ലിം അല്ല എന്നൊരു വാദം, മുശ്രിക്കാണെന്നുള്ള വാദം ഇവർക്കുണ്ട് താനും. അപ്പോൾ ഇതൊക്കെയാണ് പറഞ്ഞത്. ഇത്തരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആരോപണങ്ങൾ അതിര് കവിയുന്നതിന് സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ തീരുമാനിക്കുക ഇന്നയാൾ മുസ്ലിം മറ്റേ മുശ്രിക്ക് എന്നൊക്കെ. എന്താണ് അള്ളാഹിൻ്റെ റസൂൽ പഠിപ്പിച്ച ഷിർക്കും തൗഹീദും വിശ്വാസത്തിനോട് ബന്ധിച്ചതാ. അവൻ്റെ വിശ്വാസം ചൂന്ന് നോക്കിയിട്ട് മറഞ്ഞത് പറയാൻ നമുക്ക് കഴിയുമോ? അപ്പോൾ ആരാണ് ഇവിടെ മുസ്ലിം, ആരാ നല്ല ആളെന്ന് നമ്മളല്ല തീരുമാനിക്കൽ. ഒരാൾക്ക് രോഗമായ രോഗത്തിൻ്റെ മേൽ ആരും സന്തോഷിക്കണ്ട. നമ്മളൊക്കെ മരിക്കും, നമുക്കൊക്കെ വരും രോഗം. അപ്പോൾ നമ്മൾ മേപ്പെട്ട് കണ്ണ് നിർത്തിയിട്ട് കാര്യമില്ല. കണ്ണ് നിർത്തുന്ന സമയം നമുക്കൊക്കെ വരുന്നുണ്ട്.
തപ്പത്തിസാക്ക് ബിസാക്ക് എന്ന തണ്ടങ്കാലിനോട് ഇങ്ങനെ വരതന സന്ദർഭം വേണ്ടില്ല. അറുത്തിട്ടാൽ കാലുകളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വരതന് എന്ന പോലെ മനുഷ്യനും വരുതും. ഇതൊക്കെ അനുഭവിക്കാൻ പോകുന്ന ഞാനും നിങ്ങളും നമ്മളൊക്കെ മറ്റുള്ള ഒരാൾക്ക് രോഗമായിട്ടാണ് സന്തോഷിച്ചിട്ട്, അല്ലെങ്കിൽ അവനത് പറഞ്ഞതുകൊണ്ട് നമുക്ക് അതിലും അപ്പുറം ഇവന് രോഗമാകുമ്പം പറയാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു കിസാസ് വീട്ടുന്ന രൂപത്തിൽ ഇതൊക്കെ ആയി തീർന്നാൽ നമ്മുടെ സമൂഹത്തിന് അല്ലെങ്കിൽ തന്നെ നിലനിൽപ്പില്ല. കുറഞ്ഞ ആളുകളുള്ളത് ഈ ആളുകളെ നമ്മുടെ ഈമാനിനെ നമ്മുടെ ഇവിടുന്ന് ഇല്ലാതെ നിഷ്കരണം നശിപ്പിക്കാൻ വേണ്ടി ഒരു വിഭാഗം കച്ച കെട്ടി ഇറങ്ങുമ്പോൾ നമ്മളുള്ള ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുപ്പിൻ്റെ വൈരാഗ്യത്തിൻ്റെ ഈ വിത്ത് പാകിയിട്ട് എന്താണ് നമുക്ക് കിട്ടുന്നത്, എന്താ ഉമ്മത്തിന് ഇതുകൊണ്ടുള്ള നേട്ടം? റസൂലുള്ള അങ്ങനെയാണ് അധികം പ്രചരിപ്പിച്ചത്. ഒരു സമൂഹത്തിനെ ഈ അള്ളാഹുവിൻ്റെ റസൂലിനോട് പറയേണ്ടത്, നിങ്ങൾ ഗൗരവമുള്ള സമൂഹമായിരുന്നെങ്കിൽ, സ്വഭാവമാണ് തങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ ലംഫല്ലോ മിൻഹാ വിളിക്കാൻ നിങ്ങളുടെ ചുറ്റുഭാഗത്തുനിന്ന് എല്ലാവരും തിരിഞ്ഞു പോകുമായിരുന്നു. എത്ര നല്ല എന്തെല്ലാം സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു റസൂലുള്ള. ആയിഷ ബീവിയോട് നബിൻ്റെ സ്വഭാവത്തിനെ പറ്റി ചോദിച്ചപ്പോൾ ഖുർആനായിരുന്നു എന്നാണ് പറഞ്ഞത്. അത്രക്കും നല്ല മഹത്തായ വിശ്വാസികൾ പോലും അല്ലമീന്ന് വിളിച്ച റസൂൽ. ഈ റസൂലിൻ്റെ അനുയായികളെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ ഉള്ളതും ഇല്ലാത്തതും പെരുപ്പിച്ച് പറഞ്ഞുണ്ടാക്കിയിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നക്കാപ്പിച്ച പൈസ ഉണ്ടാക്കാൻ വേണ്ടി തിരിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കണം. ഇവിടെ നിന്നൊക്കെ നശിച്ചു പോയിട്ട് മരിച്ചു പോയിട്ടൊരു രോഗം വരുന്നുണ്ട്. നമ്മളും അങ്ങനെ രോഗിയെ കടക്കാൻ പോവുകയാണ്. ഇന്ന് നാളെ നേരം വെളുക്കുമെന്ന് ആർക്കും അറിയില്ല. ഇങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ ഖബറിൽ കൊണ്ടുപോയി വെക്കേണ്ടി വരും. നമ്മളെ അവിടെ കിടക്കണമെങ്കിൽ സ്വസ്ഥ ഉണ്ടെങ്കിൽ ആരാ പണ്ഡിതനെന്ന് നമ്മൾക്കറിയില്ല. പണ്ഡിതന്മാരെ മാംസത്തിൽ വിഷമാണെന്ന വിഷം അറിഞ്ഞും അറിയാതെ തിന്നാലും നമ്മൾ നശിക്കുന്നത് പോലെ പണ്ഡിതന്മാർ നമ്മൾ ഒരാളെ ഈബത്തും നമീമത്തും ഇഷ്ടമില്ലാത്തത് പറയില്ല, അവരെ പച്ചമാംസം ഭക്ഷിക്കുന്നതിന് തുല്യമാണെന്നാണ്. അള്ളാഹ് ചോദിക്കുകയാണ്, അയ്യുഹിബ്ബു അഹദുക്കും, നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ? നിൻ്റെ സഹോദരൻ്റെ മാംസം പച്ചയായിട്ട് തിന്നില്ലേ, അത് നിങ്ങൾ വെറുക്കില്ല എന്നതുപോലെ ഈബത്തിനെ നമീമത്തിനൊക്കെ നിങ്ങൾ വെറുക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ അവസ്ഥ നമുക്ക് വരും എന്നുള്ളത് ചിന്തിക്കാതെ നമ്മളെ കാര്യം, ഞാനിപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ആരോഗ്യം ഉണ്ടെന്നുള്ളവർക്ക് ആ ആരോഗ്യമുള്ള സമയമൊക്കെ ഇതൊക്കെ നശിക്കും. അപ്പോഴാണ് നമ്മൾ കണ്ണിർത്തി. അപ്പോൾ ഇതൊന്നും ഇനി പൊരുത്തപ്പെടിക്കാൻ കഴിയൂല, ഒരു വ്യക്തിനോടും പൊരുത്തപ്പെടിക്കാൻ കഴിയൂല. ഇതിന് പകരം അവിടെ കൊടുക്കേണ്ടി വരും, ഇബാദത്തെടുത്താണ് കൊടുക്കേണ്ടി വരും. മുഖ്ലിസ് എന്ന അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ തൊലഞ്ഞ് പാപ്പറായവൻ. ഓരോരുത്തരും ഓരോ ഹക്ക് ചോദിച്ചിങ്ങനെ വരും. അപ്പം കടലുള്ളവർക്ക് കടം അവൻ്റെ ഇബാദത്തെടുത്ത് കൊടുക്കുക. ഈബത്തും നമീമത്തും പറഞ്ഞവർക്ക് അവൻ്റെ ഇബാദത്തെടുത്ത് കൊടുത്തിട്ട് അവസാനം ഇവൻ്റെ നന്മ ഒക്കെ കഴിഞ്ഞാൽ അവൻ്റെ തിന്മ എടുത്തുകൊണ്ട് വെക്കുന്ന അപ്പം സ്വർഗത്ത് പോകേണ്ട ആളെ ഇനി അവസാനം എന്താ, ഇവൻ നരകത്ത് പോയിട്ട് അവൻ്റെ പാപം കൂടി ഇവൻ ചുമന്നുകൊണ്ട് അതിൻ്റെ ശിക്ഷയും കൂടി ഏൽക്കേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി നമ്മുടെ നാവും ശരീരം ഈ ചെറിയ ജീവിതത്തിൽ, കുറഞ്ഞ ജീവിതത്തിൽ നമ്മൾ നന്നായി ജീവിക്കാൻ നോക്കുക. ഇനിയെങ്കിലും നമുക്ക് ബോധം വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ സന്ദേശം മറ്റുള്ളവരിലേക്കും എത്തിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അള്ളാഹ് നമുക്കൊക്കെ ഈമാനിലും തൗഹീദിലും അടിയുറച്ച് ജീവിക്കാനും അള്ളാഹ് ബഹുമാനിച്ചതിനെ ബഹുമാനിക്കാനും ഒക്കെ തൗഫീക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.